യെശയ്യാവ് 65 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി. എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ചാകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു. അവർ എൻ്റെ മുഖത്ത് നോക്കി എല്ലായ്പ്പോഴും എന്നെ കോപിക്കുന്ന ഒരു ജനമായി തോട്ടങ്ങളിൽ ബലി കഴിക്കുകയും ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയും കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ രാപ്പാർക്കുകയും പന്നിയിറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്കുക, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധനെന്ന് പറയുകയും ചെയ്യുന്നു. അവർ എൻ്റെ മൂക്കിൽ പുകയും ഇടവിടാതെ കത്തുന്ന തീയുമാകുന്നു. അതെൻ്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ പകരം വീട്ടി അല്ലാതെ അടങ്ങിയിരിക്കുകയില്ല. അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും. നിങ്ങളുടെ അകൃത്യങ്ങൾക്ക് മലകളിന്മേൽ ധൂപം കാട്ടുകയും കുന്നുകളിന്മേൽ എന്നെ ദൂഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് കൂടെ പകരം വീട്ടും. ഞാൻ ആദ്യം അവരുടെ പ്രതിഫലം അവരുടെ മാർവിടത്തിലേക്ക് അളന്നു കൊടുക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയെ പ്രകാരം അരുളി ചെയ്യുന്നു: മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്. ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കുകയില്ല. ഞാൻ യാക്കോബിൽ നിന്നൊരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്കൊരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും. എൻ്റെ വൃതന്മാർ അതിനെ കൈവശമാക്കുകയും എൻ്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ശാരോൺ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആഖോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവും ആയിരിക്കും. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധ പർവ്വതത്തെ മറയ്ക്കുകയും ഗിദ്ദേവനൊരു മേശ ഒരുക്കി മിനിദേവിക്ക് വീഞ്ഞ് കലർത്തി നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും. നിങ്ങളെല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും.